ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞൊരു നാടൻ പലഹാരമാണ്. ചേമ്പപ്പത്തിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്നിവിടെ കാണിക്കാൻ പോകുന്നത്. ചേമ്പപ്പം എത്ര പേർക്ക് അറിയുമെന്നും അറിയില്ല, പക്ഷേ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ. അപ്പോൾ ആദ്യം അതിനായിട്ടൊരു മുട്ട ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഒക്കെ ഇട്ട് കൊടുക്കാം. ഇതൊരു കുറച്ചൊരു അധികം മധുരമല്ല, ആവശ്യത്തിനുള്ള മധുരമേ ഉള്ളൂ. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ഇതിനൊരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് മിക്സിയിൽ ഇട്ടിട്ട് വേണമെങ്കിൽ ഇതെല്ലാം അടിച്ചെടുക്കാം. ഇത് ചേമ്പപ്പം ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് മൈദയിലാണ്. നിങ്ങൾക്ക് അരിപ്പൊടിയിൽ ഉണ്ടാക്കാം. അരിപ്പൊടിയിൽ ഉണ്ടാക്കുന്നവരുണ്ട്, മൈദയിൽ ഉണ്ടാക്കുന്നവരുണ്ട്. നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് ഒഴിച്ചിട്ടാണിത് ഇളക്കി കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് പൊടിക്കനുസരിച്ചാണ് തേങ്ങാപ്പാൽ. ഒരുപാട് ലൂസാവാനും ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല ബാറ്റർ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലും മുട്ടയും പഞ്ചസാര എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് അളന്ന് വെച്ചിട്ടുള്ള 1 കപ്പ് മൈദയാണ്. അപ്പോൾ നമുക്കത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാൻ. ഈ തേങ്ങാപ്പാൽ കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാം ഒന്നിച്ച് ഒഴിക്കണ്ടെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. അപ്പോൾ വെള്ളം പോലാവും, കുറച്ച് ലൂസാവും. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്കിതിൽ മുട്ട കൂടുതൽ ചേർക്കണമെങ്കിൽ ഒരു മുട്ട കൂടെ ചേർക്കാം. അപ്പോൾ തേങ്ങാപ്പാലിൻ്റെ അളവൊന്ന് കുറച്ചാൽ മതി. മുട്ടയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് 2 മുട്ട ഒക്കെ ചേർത്ത് കൊടുക്കാം. എനിക്ക് മുട്ട ടേസ്റ്റ് അത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ ഉണ്ടാവേണ്ടത്. ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല, ഒരുപാട് ലൂസ് ആകാനും പാടില്ല. നമുക്കൊരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കണേ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കാം. ഞാനിവിടെ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിടുന്നതിന് ഇങ്ങനെ ഒരു രീതി ഉണ്ട്, എല്ലാവർക്കും ശരിയാവണമെന്നില്ല. അപ്പോൾ ഇടുമ്പോൾ ഇങ്ങനെ ഒന്ന് ഒരു വാല് പോലെ വരും, ചേമ്പിൻ്റെ ഷേപ്പിൽ വരും. അതുകൊണ്ടാണ് ഇതിന് ചേമ്പപ്പം എന്ന് പറയുന്നത്. എനിക്ക് ചില സമയത്ത് അങ്ങനെ പറ്റും, ചില സമയത്ത് പറ്റാറില്ല. ഷേപ്പിൽ കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്ക് ഒരു ഷേപ്പ് ആകുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം ഇട്ട് കൊടുക്കാം. കുറച്ച് ചെറുതായിട്ട് വേണമെങ്കിൽ ചെറുതായിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് വലുതായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എടുക്കാം, അല്ലെങ്കിൽ നന്നായിട്ട് പുറത്ത് ഭയങ്കരമായിട്ട് കരിഞ്ഞിട്ട് ഉള്ളു വേവില്ല. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം ഒന്ന് മരിഞ്ഞ് വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എനിക്ക് ചെറിയ ചേമ്പപ്പാണെങ്കിൽ ചെറിയതായിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. കളർക്കൊന്ന് മാറി ഈ ഒരു കളറിൽ എടുക്കണമെങ്കിൽ എടുക്കാം. ഞാൻ ഒന്നും കൂടെ ഒന്ന് മുരിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. അധികം മുരിഞ്ഞ് വരണ്ടാത്തവർക്ക് ഈ ഒരു കളറിൽ നമുക്ക് എടുക്കാം. മൈദ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ചേമ്പപ്പം അധികം ദിവസം ഇരിക്കില്ല, നമുക്കധികം സൂക്ഷിക്കാൻ പറ്റില്ല. അരിപ്പൊടി ഉണ്ടാക്കുമ്പോൾ കുറച്ച് ദിവസം കൂടെ കേടുവരാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. നമുക്ക് ആർക്കെങ്കിലുമൊക്കെ കൊടുത്തയക്കണമൊക്കെ ആണെങ്കിൽ നമുക്ക് അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന നല്ലത്. അപ്പോൾ നമുക്കിതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പൊരിയെടുക്കാം. ഇതിങ്ങനെ പൊരിച്ച് വരുമ്പോൾ നല്ലൊരു കേക്കിൻ്റെ ഒക്കെ ഒരു സ്മെല്ലാണ്, നല്ലൊരു ഫ്ലേവറാണ്, ഇത് നല്ലൊരു മണമാണ് മൈദ ആയതുകൊണ്ട്. നമുക്ക് അടുത്തതും ഇങ്ങനെ തന്നെ പൊരിച്ചെടുക്കാം. ഒരു സൈഡ് മുരിച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പോലെ തന്നെ തിരിച്ചിടാം, അല്ലെങ്കിൽ തിരിച്ചും മറിച്ചു വിട്ടിട്ട് അതിങ്ങനെ നമുക്ക് മുരിച്ചെടുക്കാം. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പലഹാരം തന്നെയാണ്, ഒരു നാടൻ പലഹാരമാണ്. നമുക്ക് ഇതേപോലെ വീട്ടിൽ സ്നാക്കൊന്നുമില്ല വൈകുന്നേരം, നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കാം. പാലെടുക്കേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചേമ്പപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ്. നമുക്ക് അരിപ്പൊടി വെച്ചിട്ടും ഉണ്ടാക്കാം. അത് നിങ്ങളിഷ്ടം. അരിപ്പൊടി വെച്ചിട്ടും മൈദ വെച്ചിട്ടും രണ്ടും രണ്ട് ടേസ്റ്റാണ്. മൈദ വെച്ചിട്ടാകുമ്പോൾ ഒന്നുകൂടെ സോഫ്റ്റാണ്, അരിപ്പൊടി ആകുമ്പോൾ ഒന്നുകൂടെ ക്രിസ്പി ആയിട്ടിരിക്കും. എങ്ങനെയാണെങ്കിലും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇതാ ഈ ഒരു ഷേപ്പൊക്കെ വരുന്നതുകൊണ്ടാണ് ചേമ്പപ്പം എന്ന് പറയുന്നത് തോന്നുന്നു.
ഉള്ളിൽ നല്ല സോഫ്റ്റാണിത്. ഒരു കേക്കൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റാണ് മൈദ വെച്ചാകുമ്പോൾ. അരിപ്പൊടി ആകുമ്പോൾ രണ്ട് തരം ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അരിപ്പൊടി വെച്ചിട്ടുള്ള ചേമ്പപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ ഇടാം. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.